ഹലോ. മനസ്സിലായി. ഞാൻ മെനിയാത്ത രാവിലത്തെ ഫ്ലൈറ്റിൽ വന്നു. ഓ, ഉത്സവമൊക്കെ അല്ലേ. പിന്നെ ഇത്തവണ ഞാൻ തന്നെ പല സ്പോൺസറും. ചെണ്ടമേളം, ആന. അയ്യോ, ആനയുടെ കാര്യം പറഞ്ഞപ്പോഴാ. ഒന്ന് ഫോൺ നോക്കിയേ. സദാശിവനെ വിളിക്കട്ടെ, കമ്മിറ്റിയിലെ. ഹലോ ഹലോ സദാശിവ. ഓ എടാ, വൈകുന്നേരം ആന റെഡിയാവും കേട്ടാ. ആന റെഡിയാണോ? റെഡിയാണ്. അപ്പൊ ആനക്കുള്ള ചെലവും കൂടെ കൊണ്ടുവരണം. എന്താ? ഓല, പട്ട, ഒരു കരിയുടെ ചോറ്, ഇതെല്ലാം കൂടെ ചെലവും കൂടെ ഒരു 10,000 കൂടെ കൊണ്ടുവരണം. ഇലക്ട്രിക് ആനയ്ക്കാ? ഇലക്ട്രിക് ആനക്കാണ് കൊടുക്കുന്നത്. നീ വേണമെങ്കിൽ വീട്ടിലോട്ട് വന്നാൽ ഗൾഫിൽ നിന്ന് ടോർച്ച് ഉണ്ട്. ആ ടോർച്ചിന്റെ ബാറ്ററി ഊരിട്ടി ആനയുടെ വാല് പൊക്കിട്ട് കുത്തി കയറ്റി കൊടുത്താൽ ഓടിക്കോളും കേട്ടാ. അല്ല പിന്നെ കലശത്തിനോട് സാധനങ്ങളെല്ലാം റെഡി തന്നെ കൊണ്ട് പോകാൻ വേണം. ദൈവമേ, ചണ്ടക്കാരെ ഫുഡ് കഴിക്കാൻ മതി. എല്ലാത്തിനും ഞാൻ മാത്രമേ ഉള്ളൂ ഓടാൻ. ഒരാളെ തല്ലാൻ വരുന്ന വരവാ. ഒച്ച പോലെ കടന്ന് എഴയാതെ ഇങ്ങോട്ട് വാ മനുഷ്യ. ഇങ്ങോട്ട് വാ. കഴിഞ്ഞ ഉത്സവത്തിന് ഓർമ്മയുണ്ടല്ലോ, എന്റെ കൂട്ടുകാരികളുടെ മുമ്പിലും വെച്ചാണ് നിങ്ങളെ പട്ടിയെ തല്ലുന്ന പോലെ ഉത്സവ പറമ്പിലിട്ട് ഈ ഷാജി അടിച്ചത്. അതുകൊണ്ട് ഈ ഉത്സവത്തിന് നിങ്ങൾ തിരിച്ചടിക്കണം. അടിച്ചാൽ മാത്രമേ നമ്മൾ തമ്മിലുള്ള കല്യാണം നടക്കത്തുള്ളേ. പിന്നെ അടിക്കുമ്പോ 6 ഇഞ്ചം പൊറിഞ്ചടിക്കണം. കണ്ണി ചോരയില്ലാതെ അടിക്കണം. ഇന്നിവിടെ ചോര പുഴ ഒഴുകും. എന്റെ ഭഗവതി, ഇപ്പൊ എന്തിനായിട്ട് പ്രാർത്ഥന? ആ ഒഴുകുന്ന ചോര നിങ്ങളെല്ലാം ഞാൻ മതിയായിരുന്നു. കളിയാക്കണ്ടല്ല, ഗുണ്ടെ കളിയാക്കണ്ടെന്ന്. എടി, ഗിരിയെ തൊട്ടിട്ടുള്ള ആരെങ്കിലും വെറുതെ പോയിട്ടുണ്ടോടി? വെറുതെ ആണോടി ഞാൻ ഈ മീശ വെച്ചേക്കുന്നേ? എന്താ മീശ വെച്ചേക്കുന്നേ? ഡൈ അടിക്കാൻ. അല്ലാതെ പിന്നെ ഈ മീശയും കൊണ്ട് സൈക്കിൾ യജ്ഞം പോലും ഞാൻ കണ്ടിട്ടില്ലേ. കളിയാക്കരുത്, ഗിരിയെ ഇളക്കി വിടരുതേ. ശരിക്കറിയാൻ മേലാത്തോണ്ടാ. ഡയലോഗ് തീർന്നിട്ടും ആക്ഷൻ തീരുന്നില്ലടി. എന്തെന്നെ ആയാലും വേണ്ടില്ല, റോറ്റടിക്ക് അവന്റെ ബോധം പോണം. അത് കണ്ടിട്ട് വേണം എനിക്ക് ധൃതംഗ പൊളകളാവാൻ. ധൃതംഗ പൊള അതെനിക്ക് കിട്ടുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് വീട്ടിൽ പോയി സ്വസ്ഥമായിട്ടായിരുന്നു എഴുതി പഠിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്നവനെ അടിക്കാൻ പാ. നിങ്ങൾ ഒരു ഗുണ്ടയാണോ? എനിക്ക് ചൊറിഞ്ഞു കയറി വരുന്നുണ്ട്. നേരത്തെ കഴിഞ്ഞ ഉത്സവത്തിന് അവൻ എന്നെ ഒന്ന് ചൊറിഞ്ഞ്, ഇന്ന് ഞാൻ അവനെ മാന്തും. അവൻ എന്നെ പിച്ചിരുന്നെങ്കിലുണ്ടല്ലോ, അവനെ ഞാൻ കടിക്കും. അയ്യേ, ഇതെന്തോ ഒരുമാതിരി നഴ്സറി പിള്ളേര് പറയുന്ന പോലെ. അയ്യേ, അതൊന്നും വേണ്ട, വിട്. നിങ്ങൾക്ക് അവന്റെ കൈ തല്ലിയൊടിക്കാൻ പറ്റുമോ? എന്റെ കൈ തല്ലിയൊടിക്കാനല്ല, ഒടിക്കും. അതല്ലേ നമ്മള് വന്നേ. കൊടു കൈ കൊടു. മാറങ്ങട്ടെ, ചെന്ന് കൈ ഒടിച്ചിട്ട് വാ. ഒരു ഒറ്റ സെക്കൻഡ്, ഒരു സംശയം. വേറൊന്നുമല്ല, വലത് കൈയാണോ ഇടത് കൈയാണോ? വലത് കൈയേ. എന്താണെന്നറിയോ, ഞാൻ അവിടെ ചെല്ലുന്ന അവന്റെ വലത് കൈ ചവിട്ടി ഞാൻ ഓടിക്കുന്നു. എന്നിട്ട് ഞാൻ തിരിച്ചിവിടെ വരുമ്പോ, അയ്യോ അണ്ണാ, വലത് കൈയല്ലായിരുന്നു ഇടത് കൈ. അങ്ങനെ തെറ്റി പോകരുത്. അതിനു വേണ്ടിയാണ്. നിങ്ങൾക്ക് എന്തോ അണ്ണ ഈ വലതും ഇടതും കൂടി ഇത്ര കൺഫ്യൂഷൻ? എടി മക്കളെ, നമ്മൾ പറയുന്നതൊക്കെയല്ല, അതായത് വിഷ്വൽ എന്ന് പറഞ്ഞ വേറൊരു ഇഫക്റ്റ് ആണ്. നീ ഇപ്പൊ നമ്മൾ നമ്മളിങ്ങനെ നേരെ ഇരിക്കുന്നു ആണോ? നിന്റെ വലതുവശം എവിടെയാണ്? ഇത് എനിക്കിവിടെ. ഇവിടെ കണ്ടോ എഴുതും. എനിക്ക് അവിടെ ചെല്ലുമ്പോ എവനെ എവിടെ നടിക്കണം കൺഫ്യൂഷൻ ആയോ? അത് തെറ്റിപ്പോകരുത് മോളെ. വിട്, നിങ്ങളുടെ ഇടതും വലതും ഒക്കെ അങ്ങ് വിട്. നിങ്ങൾക്ക് മർമ്മം നോക്കി അടിക്കാൻ അറിയാവോ? നീ എന്ത് ചോദ്യം അടിയോനെ? എന്നെ വർത്താനോ അടി മോളെ? ശ്രീകണ്ഠൻ നായർ സാറിനെ വാർത്ത വായിക്കാൻ പഠിപ്പിക്കരുത്. അതെന്തിനാ ഇവിടെ പറയുന്നേ? അല്ല, നമ്മളൊരു ഉദാഹരണമില്ലേ, ഇപ്പൊ ഈ അണ്ണാൻകുഞ്ഞിനെ മരം കയറ്റം അങ്ങനെ. എന്നാ പിന്നെ അത് പറഞ്ഞാ പോരെ? ഞാൻ ഒരു ഫ്രഷ് അടിച്ചതല്ലേ. എത്ര നേരം ഫ്രഷ് അടിക്കും നിങ്ങൾ? അയ്യോ, ഇതെന്തിനാ വാ വലിച്ചു കീറുന്നേ? കോട്ട് വാങ്ങുന്നതാ. നിങ്ങൾ ഇവിടെ കിടന്ന് കോട്ട് വേളാതെ അവനെ പോയി തല്ലേ. അതൊക്കെ പറയടി, നീ ഇത് കേട്ടിട്ട് വേണം അവൻ ഇറങ്ങി വരാൻ. പിന്നെ അത് മതി. അപ്പൊ അവനെ തല്ലാൻ വന്നതല്ലേ? അല്ല, അവൻ ഇറങ്ങി വന്നാൽ എന്നെ കണ്ടിട്ട് ഓടിയാൽ അത് മതി. അവനെ കിട്ടുമോ? പിന്നെ അത് ശരിയാ. എന്നാ പോയി ചെല്ല്. ഏതായാലും നമ്മൾ അടിക്കാൻ പോയില്ലേ, ഒന്ന് പ്രാർത്ഥിച്ചേക്കാം. കൈവേ. ഓക്കെ, അപ്പൊ ഇനി ഒന്നും ആലോചിക്കാനില്ല. ഇടം വലം തിരിഞ്ഞ് നോക്കണ്ട. 100ക്ക് 100. നിങ്ങൾ മെഗാ ഷോ കളിക്കാൻ പോവാ? ഇന്ന് തളത്തല്ലേ? ഇനിയും കൂടുതലോ? വരുന്നുണ്ട്. ഹലോ, എടാ 40 പേരല്ലേ? 40 പേരടുത്ത് പെട്ടെന്ന് വരാൻ പറ. ഫുഡ് കൊടുത്തിട്ട് പോകാനുള്ളതാ. പിന്നെ വെജിറ്റേറിയൻ അമ്പലപ്പറമ്പാണ്, നോൺ വെജ് പറ്റൂല. ഇന്ന് അവന്റെ ഫോൺ കൊടുത്തേ. ചെന്നടിക്ക്. എടി, ഒരുത്തൻ ഫോൺ ചെയ്തോണ്ടിരിക്കുന്ന കണ്ടോ? ഞാൻ അവസരം കൊടുക്കണ്ടേ? ഫോൺ ചെയ്ത് തീരട്ടെ. ലാസ്റ്റ് സപ്പർ പോലെ ലാസ്റ്റ് കാളായിരിക്കും. അത് കഴിഞ്ഞ അവനെ അയ്യോ എന്താ മാക്കം. ഹലോ, പെട്ടെന്ന് വാ, എനിക്ക് ഫുഡും കൊടുത്തിട്ട് പോകലുണ്ട്. ആ കലശത്തിനുള്ള കുടമെല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ശരി, ഓക്കെ. മറന്നോടാ? മറഡോണേ ഓർമ്മയുണ്ടോടാ?
ഓർമ്മയ്ക്കിടക്ക പിന്നെ ആദ്യം കൈ ഇങ്ങോട്ട് നീട്ട്. അമ്പലപ്പുഴ കണ്ണന്റെ പാൽപ്പായസമാണ്. ദൈവകോപം ഉണ്ടാവും. പ്രസാദമാണ്. നീട്ട് നീട്ട് നീട്ട്. ഒരു പ്രസാദം മേടിക്കുമ്പോ മുണ്ടൊക്കെ ഇങ്ങനെയാണ് കിടന്നത്. അടിച്ചിട് എന്തോന്ന് ഗിരി ഇത്. അഴിച്ചിട് കഴിച്ചിട്ട് അമ്പലപ്പുഴ കണ്ണന്റെ പാൽപ്പായസം. എല്ലാ ആരോഗ്യവും സമൃദ്ധിയും ഒക്കെ ഉണ്ടാവട്ടെ കേട്ടാ. കഴിച്ചു. അതാരായിരുന്നു? ഞാൻ കെട്ടാൻ വെച്ചേക്കുന്ന പെണ്ണാ. ഞാൻ കെട്ടാൻ മാറ്റി വെച്ചേക്കുന്ന പെണ്ണാ. മാറ്റി വെച്ചേക്കുന്ന. ഹലോ നമസ്കാരം. അല്പം പ്രസാദം വേണ്ട. അങ്ങനെ കഴിക്കത്തില്ല. വേറെ ആരും കൊടുത്താൽ വാങ്ങിക്കത്തില്ല. ഞാൻ അങ്ങനെ പഠിച്ചു വെച്ചേക്കുന്നത്. എനിക്ക് സംശയത്തിലുള്ള ചെറിയ ലോകങ്ങളുണ്ടേ. വല്ലാത്ത രോഗം തന്നെ. ഇങ്ങോട്ട് പോകാൻ എനക്കുള്ളതും വാങ്ങിയിട്ടുണ്ട്. എനിക്കൊന്നും വേണ്ട. എന്നെ പരിചയപ്പെടുത്താനും പായസം കഴിക്കാനാണോ അവിടെ വന്നത്? അടിച്ചോണ്ടിരിക്കല്ലേ? ഇത് അടിക്കാനല്ല, പോയി ചോദിക്ക്. ഇനി ചോദിച്ചൊരു കാര്യമില്ല, മൊത്തം തീർന്നു. അത് ഇത് കഴിച്ചോണ്ടിരിക്കാനല്ല, പോയി അടിക്കാൻ. നക്കി തീർന്നെങ്കിൽ ഒരു കാര്യം എനിക്ക് പറയാനുണ്ടായിരുന്നു. എന്തോന്ന്? കഴിഞ്ഞ വർഷം ഉത്സവത്തിന് നീ എന്നെ തല്ലി. ഈ വർഷവും ഞാൻ വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഞാൻ നിന്നെ തല്ലിയല്ലേ? ഈ വർഷം ഞാൻ തല്ലണമെന്ന് പറഞ്ഞ വേറെ ആരെങ്കിലും നോക്കണേ? സമയമില്ലാത്തതാണ്. വേറെ നോക്ക്. അതല്ല പറഞ്ഞ, ഞാൻ നിന്റെ അടി വരിക്കാൻ നേർച്ചയ്ക്ക് വന്നോ? നിന്നെ ഞാൻ തല്ലാൻ വന്നതാണെന്ന്. തല്ലാൻ വന്നത്? ഇന്നിവിടെ എന്താ നടക്കുന്നത്? ഉത്സവമാണോ? ഒരു ഉത്സവത്തിന് വരുന്ന വേഷത്തിലാണോ നിൽക്കുന്നത്? ഇതെന്തോന്ന് കോലോടായത്? 10 ആള് കൂടുന്ന സ്ഥലമല്ലേ? ആ പെണ്ണിന് നോക്കല്ല അന്തസ്സ ഡ്രസ് ഇട്ട് നിൽക്കുന്നത്. നീ എന്തോന്നാണ് ഇത്? എന്റെ കാര്യത്തിൽ ശ്രദ്ധയില്ല. അതാണ് കുഴപ്പം. ഞാന് തന്ത്രിക്ക് വാങ്ങിച്ചു വെച്ചിരുന്ന മുണ്ട. ഒരു കാര്യം ചെയ്യ്, ഇത് കൊടുത്ത മേനയ്ക്ക് നടക്കാൻ. എന്തോ നോക്കിണ്ടിരിക്കുന്നത്? മുണ്ട് പിടി. അതങ്ങോട്ട് അടിച്ചോളാ. എന്താ കയ്യിലേക്ക് കൊടുത്തിട്ട് അമ്പലപ്പറമ്പിൽ ഉത്സവത്തിന് വന്നിരിക്കുന്നത്? കൊടുത്താ ഉടുക്കടാ. നേരെ ഉടുക്ക്. ഇങ്ങനാണോ മുണ്ട് ഉടുക്കുന്നത്? ആ പ്ലീറ്റ് നേരെ പിടി. നേരെ ഉടുക്ക്. നിന്ന്. ആ കൈ കാണിച്ച്. ആ കഴിഞ്ഞ് കാണിക്ക്. വെറും കൈയോടെയൊക്കെ അമ്പലപ്പറമ്പിൽ നിൽക്കാന്നൊക്കെ പറഞ്ഞ 25,000 രൂപ വാച്ചാണ് കേട്ടോ. എനിക്ക് സമയം നോക്കാൻ അറിയത്തില്ല. എന്റെ സമയം ആയി, അതുകൊണ്ടാണ്. ഇപ്പോഴാണ് ഒരു മനുഷ്യക്കോലം ആയത്. നേരത്തെ 10 പൈസയുടെ കുറവായിരുന്നു, 10 വയസ്സാ കുറഞ്ഞത്. ചെറുപ്പക്കാരനായി. പിന്നെ അന്നാനം കൊടുക്കുക നമ്മുടെ ചെണ്ടക്കാർക്ക്. അപ്പൊ നീ വിളമ്പാനൊക്കെ നിക്കൂലല്ലേ? കഴിച്ചിട്ടേ പോകാം. ഈ ഫുഡ് കഴിക്കാൻ വരുന്നതോടെ ഇലയൊക്കെ അവസാനം കുഴിച്ചിട ഒരു കുഴി എടുക്കും. ഞാൻ അതിന് പോവാ. കഴിച്ചിട്ടേ പോകാം കേട്ടോ. വിലങ്ങണിയന്റെ കൈക്കകത്ത് ഗോൾഡ് വാച്ച്. എനിക്കിത് കിട്ടണം. അന്നേ ഞാൻ ഉത്സവ പറമ്പിൽ വെച്ചിട്ട് ശപഥം ചെയ്തതാ, നിങ്ങളെ അടിച്ചവനെ തിരിച്ചു തല്ലിയിട്ടേ ഞാൻ നിങ്ങളെ കെട്ടൂന്ന്. ഇനി ഞാൻ കൂട്ടുകാരികളുടെ മുമ്പിലൊക്കെ നാണം കെട്ടില്ലേ? എടി ഞാൻ എങ്ങനെയാ തല്ലുന്നത്? ഗോൾഡ് കളർ വാച്ച്, കരയുള്ളതാണ്, തന്ത്രിക്ക് കൊടുക്കാൻ പറ്റുന്ന മുണ്ട്, പാൽപ്പായസം, എങ്ങനെ അയാളെ തല്ലുന്നത്? ഇതേ ദൈവത്തിന്റെ മുമ്പിൽ വെച്ചിട്ടാണേ നിങ്ങളെ പട്ടിയ പോലെ അയാൾ തല്ലിയത്. അടുത്ത വർഷത്തെ ഉത്സവത്തിന് നമുക്ക് തല്ലിയാലോ? അടുത്ത വർഷോ? ഇടി പകയെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഉണ്ടല്ലോ, വീഞ്ഞു പോലാ. അത് കാലം കൂടുന്തോറും വീര്യം കൂടും. നിങ്ങളെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല. ഞാനേ ഏതെങ്കിലും ആണുങ്ങളെ വെച്ച് അവന്റെ നട്ടല് നോക്കി ഞാൻ അടിച്ചോളാം. എന്നിട്ട് നട്ടലുള്ള ഏതെങ്കിലും ആണുങ്ങളെ കെട്ടി ഞാൻ സുഖമായിട്ട് അങ്ങ് ജീവിക്കും. തേങ്ങ നില്ലടി അവിടെ. ഇത് കണ്ട, ഇത് അരിഞ്ഞാണം ടൈറ്റാൻ വേണ്ടി വെച്ചേക്കല്ല. ഇത് ഞാൻ ഊരിയാണ്ടല്ലോ കുത്തി കൊടലിയാനെ അവൻ എടുക്കും, അറിയോ? അവന്റെ കുത്തി കൊടലെടുത്തിട്ട് ഞാൻ വേണ്ട ഗിരിയേട്ട കൊല്ലാനൊന്നും നിക്കണ്ട. ഞാൻ വെറുതെ പറഞ്ഞതാ. തല്ലു കൊടുത്താ മതി. എന്ത് കത്തിയൊക്കെ 30 പേരാണ്. ആര്? ചെണ്ടകൊട്ട് മേളക്കാര്. അതിന് അവർക്ക് ഊണ് കൊടുക്കാൻ ഇല വേണ്ടേ? അപ്പുറത്തെ ഇത് തികയത്തില്ല. അപ്പുറത്തെ പറമ്പിൽ നോട്ടാ ഇലയൊക്കെ ഞാൻ വിട്ടു. നീ ഇപ്പുറത്ത് വന്ന് ഇങ്ങ വന്ന് ഇല വിട്ട കത്തിക്കുക. കഴിഞ്ഞ വർഷം ഞാൻ നിന്നെ ഒന്ന് തല്ലി. അപ്പൊ വൈകുന്നേരം 4 മണിക്ക് എനിക്ക് എഴുന്നള്ളത്തിന് പോകണം. അതിനു മുമ്പ് നിനക്ക് വല്ലോ പറയാനോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കണം. പറയാനൊന്നും ഇല്ലടാ, എനിക്കും പ്രവർത്തിക്കാൻ മാത്രമേ ഉള്ളൂ. ഞാൻ പറയാൻ വന്നാന്ന് പ്രവർത്തിക്കാൻ തന്നെയാടാ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. പിടിക്കടി. മാറിയില്ല അങ്ങോട്ട്. എവിടെ ഭസ്മം?
4 മണിക്കുള്ള ഘോഷയാത്രയ്ക്ക് ഈ കുടവും കൊണ്ട് ഞാൻ മുന്നിലുണ്ടാവും. ഏതെങ്കിലും ഒരുത്തൻ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞോണം. നിനക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവോ? നിനക്കൊണ്ടോടാ? എനിക്ക് ഒരു സന്തോഷം. അതാണ്. ഗിരിയണ്ണ എന്നെ കൊണ്ട് പറ്റത്തില്ല.